ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്ക് ഡൈവേർജൻസ് തിയറം എന്നുള്ളതാണ്. ഡൈവേർജൻസ് തിയറം. ഗോസ് ഡൈവേർജൻസ് തിയറം എന്നും പറയാറുണ്ട്. ഗോസ് എന്നുള്ള മാത്തമാറ്റീഷ്യന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഡൈവേർജൻസ് തിയറം നമ്മൾ ഓൾറെഡി ഗ്രീൻസ് തിയറം പറഞ്ഞിരുന്നു. ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത് ആക്ച്വലി എ ഫോർമുല ടു ഫൈൻഡ് ഫ്ലക്സ് ഇൻ്റഗ്രൽ. ഫ്ലക്സ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ്. അപ്പോൾ അത് പറയുന്നത് if sigma is a closed surface oriented upward or positive upward or positively oriented എന്നും പറയാം. അങ്ങനെ ഒരു സർഫസ് ഉണ്ട് സിഗ്മ ആൻഡ് എഫ് ബി എ വെക്റ്റർ ഫീൽഡ്. എഫ് എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ എന്നുള്ള രീതിയിലുള്ള ഒരു വെക്റ്റർ ഫീൽഡാണ് എഫ്. ദെൻ ദ ഫ്ലക്സ് ഇൻ്റഗ്രൽ, അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ്, ഇത് എന്തിനോട് ഈക്വലാണ്? ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡൈവേർജൻസ് ഓഫ് എഫ് ഡി എ. ഡൈവേർജൻസ് ഓഫ് എഫിന്റെ ട്രിപ്പിൾ ഇൻ്റഗ്രലിനോട് ഈക്വൽ ആണ്. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ ആണെങ്കിൽ ഡൈവേർജൻസ് ഓഫ് എഫ് കാണാനുള്ള ഫോർമുല അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡൈവേർജൻസും കേളും ഒക്കെ. ഡൈവേർജൻസ് എന്തായിരുന്നു? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് തേർഡ് കമ്പോണന്റ് ആയിട്ടുള്ള എച്ചിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഐ ജെ കെ ഒന്നുമില്ല, ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ സ്കെയിലാർ. ഒരു സ്കെയിലാർ, ഇറ്റ്സ് നോട്ട് എ വെക്റ്റർ, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ ഇസഡ്. ശ്രദ്ധിക്കണം, ഡൈവേർജൻസ് എടുക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് എ വെക്റ്റർ, ഇറ്റ് ഈസ് എ സ്കെയിലാർ. അപ്പോൾ ഈ ഡൈവേർജൻസ് കിട്ടുന്ന ആൻസറിനെ നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ഫ്ലക്സ് ഇൻ്റഗ്രൽ. വേർ ജി എന്താണ്? ജി ഈസ് ദ സോളിഡ് എൻക്ലോസ്ഡ് ബൈ സിഗ്മ. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് വരുന്ന സോളിഡ് ആണ് ജി. ജി ഈസ് ദ സോളിഡ് ബൗണ്ടഡ് ബൈ ദ സർഫസ് സിഗ്മ. സിഗ്മ എന്നുള്ള സർഫസ് കൊണ്ട് ബൗണ്ട് ചെയ്ത് പെട്ടിട്ടുള്ള സോളിഡ് ആണ് ജി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് സർഫസ് ഇൻ്റഗ്രൽ, ഡൈവേർജൻസ് തിയറം. ഓക്കെ, സർഫസ് ഇൻ്റഗ്രൽ ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് ഡൈവേർജൻസ്. അതുകൊണ്ടാണ് അതിന് ഡൈവേർജൻസ് തിയറം എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ: യൂസ് divergence theorem to find the outward flux of the vector field F is equal to zk across the sphere എന്താണ് സ്ഫിയർ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു ഒരു 16 എന്ന് കൊടുക്കാം. ഈ സ്ഫിയറിന്റെ അക്രോസ് ആയിട്ട് വരുന്ന ഔട്ട്വാർഡ് ഫ്ലക്സ് ഓഫ് ദിസ് വെക്ടർ ഫീൽഡ്. ഏതാ വെക്ടർ ഫീൽഡ്? എഫ് ഈസ് ഈക്വൽ ടു സെഡ് കെ, 0i പ്ലസ് 0j പ്ലസ് സെഡ് കെ. ഓക്കെ, അപ്പോൾ യൂസിങ് ഡൈവേർജൻസ് തിയർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ഡൈവേർജൻസ്. ഡൈവേർജൻസ് ഓഫ് എഫ് എന്താ വരുന്നത്? എഫ് അറിയാം, എഫ് ഇസ് ഈക്വൽ ടു സെഡ് കെ. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ്, എഫ് കമ്പോണന്റ് 0 ആണ്,
0 പ്ലസ് 0 പ്ലസ് സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു സെഡിൽ തന്നെയാണ് 1 ഈക്വൽ ടു 1 എന്നുള്ളതാണ് എന്ത് ഡൈവർജൻസ് വരിക. ഐ കമ്പോണന്റ് 0 ആണ്, ജെ കമ്പോണന്റ് 0 ആണ്, അതിൻ്റെ എല്ലാം ഡെറിവേറ്റീവും അപ്പോൾ 0 വരും. തേർഡ് കമ്പോണന്റ് ആയിട്ടുള്ള സെഡ്, കെ കമ്പോണന്റ് സെഡ് ആണ്, അതിൻ്റെ ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു സെഡ് 1 വരും. ഓക്കെ, ഡൈവർജൻസ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 1. Therefore, the flux integral f dot n ds എന്തിനോട് ഈക്വൽ ആയിരിക്കും? ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡൈവർജൻസ് ഓഫ് എഫ് ഡി എ ഡി വി, ഡി എ എന്നാണ് നമ്മൾ എഴുതിയെന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ വോളിയം ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഡി വി എന്നാണ് എഴുതുക, ഡി വി. ഓക്കെ, ഇനി ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. നമുക്കറിയാം ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി 1 ഡി വി എന്ന് പറയുന്നത് എന്താണ്? where G is the solid bounded by the sphere. ഈ സ്ഫിയർ ബൗണ്ട് ചെയ്തിട്ടുള്ള സോളിഡ്, ആ സ്ഫിയറിന്റെ ഉള്ളിലുള്ള സോളിഡ് ആണ് നമ്മുടെ G. നമുക്കറിയാം ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി 1 ഡി വി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു വോളിയം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ആയിരുന്നു അത്, വോളിയം ഓഫ് ജി, ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ സ്ഫിയർ. സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടും. 4/3 ഇൻറ്റു പൈ ആർ ക്യൂബ്. ആർ ഇവിടെ എത്രയാണ്? 4 ക്യൂബ്, വിച്ച് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ എന്ന് വെച്ചാൽ 64 ഇൻറ്റു 4 π/3 എന്നുള്ളതാണ് ആൻസർ വരിക. അത് എത്രയാന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഡൈവർജൻസ് തിയറം ഉപയോഗിച്ച് നമുക്ക് വളരെ വേഗത്തിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറ്റി, യൂസിങ് ദ ഐഡിയ ദാറ്റ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി 1 dv is volume. Okay, another question. Use divergence theorem to find the outward flux of, ഇവിടെ എഴുതിയിട്ടുണ്ട്, outward flux of the vector field f of xyz equal to 2xi plus 3yj plus z square k across the unit cube. യൂണിറ്റ് ക്യൂബ് അക്രോസ് ആയിട്ടുള്ള ഔട്ട്വാർഡ് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ യൂസ് ഡൈവർജൻസ് തിയറം ടു ഫൈൻഡ് ദ ഔട്ട്വാർഡ് ഫ്ലക്സ് ഓഫ് ദ വെക്ടർ ഫീൽഡ് 2xi plus 3yj plus z square k. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ഡൈവർജൻസ്. ഡൈവർജൻസ് ഓഫ് എഫ് എന്താ വരുന്നത്? പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് 2xന്റെ ഡെറിവേറ്റീവ് 2, സെക്കൻഡ് കമ്പോണന്റിന് വിത്ത് റെസ്പെക്ട് ടു y 3, പ്ലസ് തേർഡ് കമ്പോണന്റ് വിത്ത് റെസ്പെക്ട് ടു z 2z, വിച്ച് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 2z. ഇതാണ് ഡൈവർജൻസ് വരുന്നത്. ഇനി ഫ്ലക്സ് ഇന്റഗ്രൽ എഫ് ഡോട്ട് എൻ, ഫ്ലക്സ് ഈസ് ഈക്വൽ ടു, which is equal to triple integral over g 5 plus 2z dv. ഇനി g എന്താണ്? യൂണിറ്റ് ക്യൂബ് ആണ്. യൂണിറ്റ് ക്യൂബിന്റെ സർഫസ് ആണ് g. അപ്പോൾ യൂണിറ്റ് ക്യൂബ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ് ക്യൂബ്, ഒരു ക്യൂബ് ഉണ്ട്. അപ്പൊ ഈ ക്യൂബിന്റെ സർഫസ് ആണ് ജി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്യൂബിന്റെ ലിമിറ്റ്സ് എന്താ വരിക? എക്സ് ലിമിറ്റ്, വൈ ലിമിറ്റ്, സെഡ് ലിമിറ്റ് വേണം. യൂഷ്വലി ഇങ്ങനെ ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എടുക്കുക ഏത് ലിമിറ്റ് ആണ്? യൂണിറ്റ് ക്യൂബ് എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കുമുള്ള ലെങ്ത് 1 ആയിരിക്കും. 1, ഹൈറ്റും 1, എല്ലാം 1 ആണ്.
അപ്പം ആദ്യം നമ്മൾ എടുക്കുക എപ്പോഴും സെഡ് ലിമിറ്റ് ആണ്. സെഡ് ലിമിറ്റ് എന്ത് വരും? സെഡ് വേരീസ് ഫ്രം 0 to 1. പിന്നെ അതിന്റെ പ്രൊജക്ഷൻ എടുക്കുക. അതായത് മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു നിഴലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്താ വരിക? അതൊരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ വരും. ഓക്കെ, എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. ഇവിടെ ഒരു സ്ക്വയർ വരും. അതാണ് നമ്മുടെ റീജിയൻ ആർ. അതിൽ നിന്ന് എക്സ് ലിമിറ്റും വൈ ലിമിറ്റും എടുക്കാം. അപ്പോൾ എക്സ് ലിമിറ്റ് 0 to 1, വൈ ലിമിറ്റും 0 to 1. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ 0 to 1, ഇൻ്റഗ്രൽ 0 to 1, ഇൻ്റഗ്രൽ 0 to 1, 5 plus 2z dz dy dx. ഇൻ്റഗ്രൽ 0 to 1, ഇൻ്റഗ്രൽ 0 to 1 വിത്ത് റെസ്പെക്ട് ടു z ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5z പ്ലസ് 2z സ്ക്വയർ ബൈ 2. അപ്പോൾ z സ്ക്വയർ എന്ന് വരും. ലിമിറ്റ് 0 to 1 dy dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1, ഇൻ്റഗ്രൽ 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 5 plus 1 6 വരും. 0 കൊടുക്കുമ്പോൾ 0 തന്നെ വരും. dy dx. ദിസ് ഈസ് ഈക്വൽ ടു 6 into ഏരിയ ഓഫ് ദാറ്റ് റെക്റ്റാങ്കിൾ ആണ് വരിക. 6 into ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 1 dA അല്ലേ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഇവിടെ ലെങ്ത് 1 ആണ്, ഇവിടെ ലെങ്ത് 1 ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എ ബി വിച്ച് ഇസ് ഈക്വൽ ടു 1. 6 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഈ രീതിയിൽ ഫ്ലക്സ് കണ്ടുപിടിക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഔട്ട്വാർഡ് ഫ്ലക്സ് യൂസിങ് ഡൈവേർജൻസ് തിയറം, അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് വരുമ്പോൾ നമുക്ക് ഔട്ട്വാർഡ് ഫ്ലക്സ് അല്ലെങ്കിൽ ഫ്ലക്സ് ഇൻ്റഗ്രൽ അല്ലെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് വെക്ടർ ഫീൽഡ് കണ്ടുപിടിക്കാൻ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഫോർമുലയാണ് ഡൈവേർജൻസ് തിയറം ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. Use divergence theorem to find the outward flux of the vector field. F is equal to x cube plus I plus y cube j plus z square k, and across the surface of the region enclosed by the circular cylinder x square plus y square equal to 9. അതാണ് സർഫസ്. സർക്കുലർ സിലിണ്ടറും ആൻഡ് z ഈക്വൽ ടു 0, z ഈക്വൽ ടു 2 ഈ പ്ലെയിൻസിന്റെ ഇടയിലുള്ള ആ സർക്കുലർ സിലിണ്ടറിന്റെ പോർഷൻസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 എന്നുള്ള സിലിണ്ടറിന്റെ ഈ പ്ലെയിൻസിന്റെ z ഈക്വൽ ടു 0യുടെയും z ഈക്വൽ ടു 1ന്റെയും ഇടയിലുള്ള പോർഷനാണ് സർഫസ്. ആ ക്ലോസ്ഡ് സർഫസ് ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഫ്ലക്സ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ വെക്ടർ ഫീൽഡും കിട്ടിയിട്ടുണ്ട്, സർഫസും കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡൈവർജൻസ് ഓഫ് എഫ് കണ്ടുപിടിക്കും. ഡൈവർജൻസ് വരുന്നത് എത്രയാണ്? 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ പ്ലസ് 2z. അതാണ് ഡൈവർജൻസ് വരുന്നത്. ദെൻ സർഫസ് എന്താ വരുന്നത്? സർഫസ് നമുക്കറിയാം ഒരു സിലിണ്ടർ ആണ്. സിലിണ്ടർ വിത്ത് z ഈക്വൽ ടു 0 ഒരു ബൗണ്ടറി, z ഈക്വൽ ടു 2 ഹൈറ്റിൽ ഉള്ള ഒരു ബൗണ്ടറി. z ഈക്വൽ ടു 0 മുതൽ z ഈക്വൽ ടു 2 വരെയുള്ള ഹൈറ്റിലുള്ള സിലിണ്ടർ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സോളിഡ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഷെയ്ഡ് ചെയ്യുന്ന സോളിഡിൻ്റെ അകത്ത് ഉള്ള പോർഷൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എസ് എഫ് ഡോട്ട് എൻ ഡി എസ് യൂസിങ് ഡൈവർജൻസ് തിയറം. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡൈവർജൻസ് ഓഫ് എഫ് ഡി വി, ഇതാണ് ഫോർമുല. വിച്ച് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രലിൽ ആദ്യം നമ്മൾ എഴുതുന്നത് എന്താണ്? സെഡിൻ്റെ ലിമിറ്റ്. സെഡിൻ്റെ ലിമിറ്റ് എന്താ വരുന്നത്? നമുക്കറിയാം z വേരീസ് ഫ്രം z ഈക്വൽ ടു 0 ടു z ഈക്വൽ ടു 2 നമ്മൾ പറഞ്ഞു. സെഡിൻ്റെ ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ സോളിഡിൻ്റെ പ്രൊജക്ഷൻ ഒന്ന് വരച്ച് നോക്കും. ഈ സോളിഡിന്റെ പെർപെൻഡിക്കുലർ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള നിഴല്, അതിന്റെ ഒരു പ്രൊജക്ഷൻ എന്താ വരിക? ഇറ്റ് ഈസ് എ സർക്കിൾ. ആ സർക്കിൾ ഏതാണ്? നമുക്കറിയാം ആ സോളിഡ് തന്നിട്ടുള്ളത്
സിലിണ്ടർ തന്നിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ ആയിട്ട് വരുന്നതും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9, അതായത് റേഡിയസ് 3 ഉള്ള ഒരു സർക്കിളാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ് എടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കാം? സർക്കിൾ ആയതുകൊണ്ട് ആറിൻ്റെയും തീറ്റയുടെയും ലിമിറ്റ് കൊടുക്കാം. 6 തീറ്റ. 6 എവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരിക? 0 to 3, തീറ്റ 0 to 2π. അപ്പോൾ ഇൻ്റഗ്രൽ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 2π, ഇൻ്റഗ്രൽ 0 to 3, സെഡിൻ്റെ ലിമിറ്റ് ഇൻ്റഗ്രൽ 0 to 2. ചെയ്യേണ്ടത് 3x² പ്ലസ് 3y സ്ക്വയറിനെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് 2z ആർ ഡി ആർ ഡി തീറ്റ, ആർ ഡി സെഡ് ഡി ആർ ഡി തീറ്റ, ആർ ഡി സെഡ് ഡി ആർ ഡി തീറ്റ. അപ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 0 to 2π, 0 to 3. ഇനി എന്ത് വേണം? വിത്ത് റെസ്പെക്ട് ടു സെഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3r³ ഇസഡ് പ്ലസ് 2zൻ്റെ ഇൻ്റഗ്രൽ 2z ആറിൻ്റെ ഇൻ്റഗ്രൽ 2 ഇൻറ്റു ആർ ഇൻറ്റു 2zൻ്റെ ഇൻ്റഗ്രൽ സെഡ് സ്ക്വയർ. സെഡിൻ്റെ ലിമിറ്റ് 0 to 2 dr d theta, 0 to 2π, 0 to 3, 6r³ plus 4r dr d theta. ഇനി ഇതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ 0 to 2π, 0 to 3, 6r³ ഇൻ്റഗ്രൽ 6r⁴/4 പ്ലസ് 4rൻ്റെ ഇൻ്റഗ്രൽ 4r²/2. r വേരീസ് ഫ്രം 0 to 3 d theta. 0 to 2π, 3 കൊടുക്കുമ്പോൾ 3⁴. 3⁵³ എന്ന് പറയുന്നത് 27. 6 ഇൻറ്റു 81/4 പ്ലസ് 4 ഇൻറ്റു 9/2 d theta, which is equal to, അപ്പോൾ കോമൺ ആയിട്ട് 6 ഇൻറ്റു 81 പ്ലസ് 8 ഇൻറ്റു 9 ഹോൾ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2π. ഇത് എത്രയാണെന്ന് നോക്കിയിട്ട് ആൻസർ അതാണ് വരിക. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വിൽ ഫൈൻഡ് ഔട്ട്വാർഡ് ഫ്ലക്സ് യൂസിങ് ഡൈവേർജൻസ് തിയറം. അതായത് ഫ്ലക്സ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഫോർമുലയാണ് ഡൈവേർജൻസ് തിയറം ഡിസ്കസ് ചെയ്യുന്നത്. അതുപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് പരിചയിക്കാം. കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. 1-2 ഹോംവർക്കും കൂടെ തരാം. ഓക്കെ, ഹോംവർക്കായിട്ട് സെക്ഷൻ 15.7 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 15.7 ക്വസ്റ്റ്യൻ നമ്പർ 1, 2. And 12. 1, 2 and 12. ഇത് ഹോംവർക്കായിട്ട് ചെയ്യണം. ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ബാക്കിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സസൈസിൽ കാണാൻ കഴിയും. പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഇത് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്യാൻ അത്ര ഡിഫിക്കൽട്ടി ഒന്നും വരില്ല. സോ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യും, അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് പറയുകയും ചെയ്യാം. ഓക്കെ,
താങ്ക് യു.